ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ക്രാക്ക് ഇറ്റ് വിത്ത് NCERT. നമ്മൾ ക്രാക്ക് ഇറ്റ് വിത്ത് NCERT എന്നുള്ള ടേമിൽ തന്നെ ഉണ്ട്. NCERT വെച്ച് നമുക്ക് ക്രാക്ക് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബയോളജിയിൽ NCERTയിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് എനിക്ക് പറയാനുള്ളത്. അഥവാ NCERTയിലെ ഡയഗ്രാംസ് ആണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ മക്കൾ ശ്രദ്ധിക്കണം, ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ഡയഗ്രാം തന്നിട്ട് അങ്ങനെ തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ ഡയഗ്രത്തിൽ നിന്നുള്ള പല ടേംസും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ പ്ലാന്റ് കിങ്ഡം എന്നുള്ള 2 ചാപ്റ്ററിലെ കംപ്ലീറ്റ് NCERT ഡയഗ്രാംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ ശ്രദ്ധിച്ചോളൂ. അതിൽ ഫസ്റ്റ് കാണുന്ന ഒരു ഡയഗ്രാമാണ് മക്കൾ കാണുന്ന ഫസ്റ്റ് ഒരു ഡയഗ്രാമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് നോസ്റ്റോക്കിന്റെ ഒരു സ്ട്രക്ചറാണ്. നോസ്റ്റോക്ക് എന്ന് പറയുന്നത് സൈനോബാക്ടീരിയയാണ്. സൈനോബാക്ടീരിയന്റെ ഫിലമെന്റസ് സ്ട്രക്ചർ അതിനുള്ളത് കണ്ടോ, ഇതിൻ്റെ ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് മക്കൾ കാണുന്നത്. ഇനി ശ്രദ്ധിക്കണം, നോസ്റ്റോക്ക് എന്ന് പറയുന്നത് സൈനോബാക്ടീരിയാണ്. അതിന് നൈട്രജൻ ഫിക്സേഷനുള്ള കഴിവുണ്ട്. അപ്പോൾ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ അതിലുണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഹെട്രോസിസ്റ്റ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഇവരുടെ ബോഡിക്ക് ചുറ്റും ഒരു മ്യൂസിലേജിനസ് കവറിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 രീതിയിലാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ഡയഗ്രം തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കും, ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കാം, അതിലുള്ള ഇവിടെ എ എന്നിട്ടിട്ട് ഇത് എന്താണെന്ന് ചോദിക്കാം. അത് ഹെട്രോസിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഡയഗ്രം എല്ലാവർക്കും മനസ്സിലായി. ഇനി നമുക്ക് അതിൽ തന്നെ രണ്ടാമത്തെ ഒരു ഡയഗ്രാം നോക്കാം. നോക്കിക്കോണേ, ബാക്ടീരിയ ഡിഫറെൻറ്റ് ഷേപ്പുകളിൽ കാണുന്നുണ്ട്. ഡയഗ്രാം തന്നിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഡയഗ്രാം നന്നായിട്ട് നോക്കണം കേട്ടോ. നോക്കിക്കോണേ, ബാക്ടീരിയകൾ ഡിഫറെൻറ്റ് ഷേപ്പുകളിലുണ്ട് നമുക്കറിയാം. നോക്കിക്കോണേ, 4 ഷേപ്പുകളാണുള്ളത്. ഏതൊക്കെയാ? കോക്കസ് ഉണ്ട്, ബാസിലസ് ഉണ്ട്, വിബ്രിയം ഉണ്ട്, സ്പൈറലം ഉണ്ട്. 4 ഷേപ്പിൽ കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പൈറലം. കോക്കസിന് സ്ഫെറിക്കൽ ഷേപ്പാണ്. സ്ഫെറിക്കൽ ആയുള്ള കോക്കസ് ആണിത്. റോഡ് ഷേപ്ഡ് ആയുള്ള ബാസിലസ് ആണ് ഈ കാണുന്നത്. ഈ സ്ട്രക്ചർ നോക്കിയേക്കണേ, സ്പോർ. ഇത് തന്നിട്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ സ്പോർ. നല്ല നോക്കണം. അടുത്ത സ്പൈറൽ ഷേപ്ഡ് ആയുള്ള ആളുകളാണ് സ്പൈറലം എന്ന് പറയുന്നത്. ഇതിൽ ഇവിടെ കാണുന്ന ഈ സ്ട്രക്ചറുകളെ പറയുന്ന പേരാണ് ഫ്ലജല്ലം. ഫ്ലജല്ലം എന്ന് പറഞ്ഞാൽ ലോക്കോമോഷനെ സഹായിക്കുന്ന സ്ട്രക്ചർ. ഈ ബാക്ടീരിയകളെയാണ് വിബ്രിയം എന്ന് പറയുക. വിബ്രിയോ എന്ന് പറഞ്ഞാൽ കോമ ഷേപ്പിലുള്ള ആൾക്കാർ. നോക്കിയേ, കോക്കസ്, സ്ഫെറിക്കൽ, ബാസിലസ്, റോഡ് ഷേപ്പ്, സ്പൈറലം, സ്പൈറൽ ഷേപ്പ്, വിബ്രിയം, കോമ ഷേപ്പ്. ഇനി അടുത്തത് ആ ചാപ്റ്ററിൽ കാണുന്ന NCERTയുടെ മറ്റൊരു ഡയഗ്രമാണ് എ ഡിവൈഡിങ് ബാക്ടീരിയ. ബാക്ടീരിയത്തിൻ്റെ റീപ്രൊഡക്ഷൻ മക്കൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫിഷൻ വഴിയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പ്രധാനമായിട്ടും ബൈനറി ഫിഷൻ ആണ്. ഒരു പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെല്ലുകളായിട്ട് മാറുക. ഇതായിരുന്നു മൊത്തമായിട്ടൊരു പാരന്റ് സെല്ല്. ഡയഗ്രാം നോക്കണം കേട്ടോ. ഒരു മൊത്തമായിട്ടുള്ളൊരു പാരന്റ് സെല്ലായിരുന്നത്. അതിൻ്റെ DNA 2 എണ്ണമായിട്ട് മുറിഞ്ഞു. അതുപോലെ തന്നെ അതിന് സെൽ വോൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്. അവസാനം ഇത് മുറിഞ്ഞിട്ട് ഇത് 2 എണ്ണമായിട്ട് മാറുന്ന ബൈനറി ഫിഷന്റെ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്ന ഒരു ചിത്രമാണ് NCERTയിലെ ഫിഗർ 2.3 എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടിസ്റ്റുകളുടെ കുറച്ച് ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ എല്ലാവരും നോക്കിയേക്കണേ. ഫസ്റ്റ് ചിത്രം കൊടുത്തിരിക്കുന്നത് ഒരു ഡൈനോഫ്ലജല്ലൈറ്റിന്റെ ചിത്രമാണ്. പ്രോട്ടിസ്റ്റുകൾ 5 ഗ്രൂപ്പ് ഉണ്ട്. പെട്ടെന്ന് മെമ്മറൈസ് ചെയ്ത് ഏതൊക്കെയാ 5 എണ്ണം? ക്രൈസോഫൈറ്റ്സ് ഉണ്ട്, ഡൈനോഫ്ലജല്ലൈറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സ് ഉണ്ട്, സ്ലൈമോൾസ് ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്. അതിൽ ക്രൈസോഫൈറ്റുകളുടെ ചിത്രം പ്രത്യേകിച്ച് ബുക്കിലൊന്നും കൊടുത്തില്ല. എന്നാൽ ഡൈനോഫ്ലജല്ലൈറ്റ് ആണ് ഈ കാണുന്നത്. ഡൈനോഫ്ലജല്ലൈറ്റ് അവർക്ക് 2 സെൽ വാളുകൾ, 2 ഫ്ലജല്ലകൾ ഉണ്ട്. ഡൈനോ മീൻസ് 2 ഫ്ലജല്ല, ഡൈനോഫ്ലജല്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 ഫ്ലജല്ല ഉണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആയുള്ള ഫ്ലജല്ല ഉണ്ട്, മറ്റൊന്ന് ട്രാൻസ്ഫേഴ്സ് ഫ്ലജല്ല ഉണ്ട്. നമുക്കൊക്കെ അറിയാം. ഡൈനോഫ്ലജല്ലൈറ്റിന് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് ഓർത്തെടുത്തേ. ഡൈനോഫ്ലജല്ലൈറ്റിന് ഒരു എക്സാമ്പിൾ ആണ് ഗോണിയോലെക്സ് എന്ന് പറയുന്നത്. ഗോണിയോലെക്സ് ആണ് എന്തിന് കാരണമാവുന്നത്? അബണ്ടന്റ് ആയിട്ട് ഗോണിയോലെക്സ് ഉണ്ടാകുമ്പോൾ അത് റെഡ് കളർ ഡൈനോഫ്ലജല്ലൈറ്റ് ആണ്. അത് എന്തിന് കാരണമാവുന്നത്? റെഡ് ടൈഡിന് കാരണമാവുന്നുണ്ട്. അവിടുന്ന് ഒന്നെങ്കിൽ ചിത്രം ചോദിക്കാം, അല്ലെങ്കിൽ റെഡ് ടൈഡ് ചോദിക്കാം. രണ്ടാമത് നോക്കിക്കോടാ, യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആളുകൾക്ക് എക്സാമ്പിൾ ആണ് യൂഗ്ലീന എന്ന് പറയുന്നത്. യൂഗ്ലീനയുടെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അവർക്കും 2 ഫ്ലജല്ല ഉണ്ട്. നോക്കിക്കേ, ഒന്ന് ലോങ് ആയിട്ടുള്ള ഒരു ഫ്ലജല്ല ഉണ്ടായിരിക്കും, രണ്ടാമത് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഫ്ലജല്ല ഉണ്ടായിരിക്കും. യൂഗ്ലീനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അവർ ഫ്രഷ് വാട്ടറിൽ മാത്രമാണ് കാണുക, സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് കാണുക. അതായത് അവരെ റണ്ണിങ് വാട്ടറിൽ നമ്മൾ കാണാറില്ല. യൂഗ്ലിനോയിഡ്സിന്റെ വേറൊരു പ്രത്യേകത കൂടി നിങ്ങൾ അവിടെ നിന്ന് ഓർത്തേക്കണം. യൂഗ്ലിനോയിഡ്സ് എന്തിനുള്ള കഴിവുണ്ട്? ലൈറ്റിന്റെ പ്രസൻസിൽ അവർ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും, ലൈറ്റിന്റെ ആബ്സെൻസിൽ അവർ ഹെട്രോട്രോപിക് പ്രഡേറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. മൂന്നാമത്തെ ചിത്രം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മൂന്നാമത്തെ ചിത്രം ഒരു സ്ലൈം മൗൾഡിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കണേ, സ്ലൈം മൗൾഡിന്റെ ഈ ചിത്രം തന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് സ്ലൈം മൗൾഡിന്റെ ഒരു ചിത്രമാണ്. സ്ലൈം മോൾഡുകളുടെ പ്രത്യേകത ഉണ്ട്. എന്താ? സ്ലൈം മോൾഡുകൾ ഫേവറബിൾ സീസണിൽ അവരുടെ ഒരു ബോഡിയെ പ്രത്യേക സ്ട്രക്ചർ ആക്കും. അതിനെ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം. അൺഫേവറബിൾ സീസൺ വന്ന ആ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാവും. അതിന്റെ പേരെന്താ ഓർത്തിരുന്നത്? അതിന്റെ പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി. ഫ്രൂട്ടിംഗ് ബോഡിന്റെ ടിപ്പിലാണ് സ്പോറുകൾ ഉണ്ടാവുക. ആ സ്പോർ ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ മക്കൾ പറയണം, എയർ കറണ്ട് വഴിയാണ് സ്പോർ ഡിസ്പേഴ്സ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എയർ കറണ്ട് വഴിയാണ് സ്പോർ ഡിസ്പേഴ്സ് ചെയ്യുക. നാലാമത്തെ ചിത്രം നോക്കിക്കേ, ഡി ചിത്രം. ഫിഗർ 2.4 ഡി ആണ് ചിത്രം. നോക്കിക്കോണേ, അതാണ് പാരമീസിയം എന്ന് പറയുന്നത്. അവർക്ക് തൗസൻഡ്സ് ഓഫ് സീലിയാസ് അവരുടെ ബോഡിക്ക് ചുറ്റുമുണ്ടെന്ന് പറയാം. അതാണ് അവരെ ലോക്കോമോഷനെ സഹായിക്കുന്നത്. പോരാത്തിന് അവരുടെ ബോഡിയുടെ അകവശത്തു നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിന്റെ പേരാണ് ഗള്ളറ്റ് എന്നാണ് വിളിക്കുക. ഗള്ളറ്റ് എല്ലാവരും ഓർത്തിരിക്കണേ, ഗള്ളറ്റ്.
അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഫംഗസുകളിലേക്ക് വരാം. നമുക്ക് നോക്കിക്കോണേ, ഫംഗസുകളിൽ 3 ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് ആദ്യത്തെ ചിത്രമാണ് മ്യൂക്കറിൻ്റെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ചിത്രം കൊടുത്തിരിക്കണം കേട്ടോ, മ്യൂക്കർ. ഇതേപോലെ തന്നിട്ട് ചോദിക്കാം, മ്യൂക്കറിൻ്റെ ചിത്രമാണ്. അതൊരു ഫൈക്കോമൈസൈറ്റ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഫൈക്കോമൈസൈറ്റ് ആരൊക്കെയാണെന്ന് പെട്ടെന്ന് ഓർത്തെടുത്ത്, മ്യൂക്കർ ഉണ്ട്, റൈസോപ്പസ് ഉണ്ട്, ആൽബുഗോ ഉണ്ട്. അതിൽ റൈസോപ്പസ് ആണ് ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത്. ആൽബുഗോ എന്ന് പറഞ്ഞാൽ പാരസൈറ്റിക് ഫംഗസ് ആണ്, മസ്റ്റാർഡ് പ്ലാന്റിലാണ് കാണുക. അടുത്ത രണ്ടാമത്താണ് ആര്, ആസ്പെർഗില്ലസ് എന്ന് പറയുന്നത്. അതൊരു ആസ്കോമൈസൈറ്റ് വിഭാഗത്തിൽ വരുന്നതാണ്. പെൻസീലിയം, ഈസ്റ്റ് ഇവരൊക്കെ ആ വിഭാഗത്തിലാണ് വരിക. ആസ്കോമൈസൈറ്റ് ആണ് ആസ്പെർഗില്ലസ്. കണ്ടോ, ചിത്രം നന്നായിട്ട് ഓർത്തിരിക്കണം കേട്ടോ, ആസ്പെർഗില്ലസിന്റെ ചിത്രമാണ്. മൂന്നാമത്തെ നോക്കടാ, അഗാരിക്കസിന്റെ ചിത്രമാണ്. അഗാരിക്കസിന്റെ ചിത്രമാണ്. അഗാരിക്കസ് എന്ന് പറഞ്ഞാൽ ബെസിഡിയോമൈസൈറ്റ് എന്ന് പറയുന്ന ഫംഗസ് വിഭാഗത്തിൽ വരുന്നതാണ്. അതാണ് നമ്മുടെ കോമൺ മഷ്റൂം എന്ന് പറയുന്നത്, എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ആണ്. അപ്പോൾ നോക്കിയാൽ ഫംഗസുകൾ 4 തരത്തിലുണ്ട്. ഏതൊക്കെ ഓർത്തെടുത്തേ? ഫൈക്കോമൈസൈറ്റ് ഉണ്ട്, ആസ്കോമൈസൈറ്റ് ഉണ്ട്, ബെസിഡിയോമൈസൈറ്റ് ഉണ്ട്, ഡ്യൂട്ടിയോറോമൈസൈറ്റ്സ് ഉണ്ട്. അതിൽ ഫൈക്കോമൈസൈറ്റിന്റെ എക്സാമ്പിളും ആസ്കോമൈസൈറ്റിന്റെ എക്സാമ്പിളും ബെസിഡിയോമൈസൈറ്റിന്റെ എക്സാമ്പിളും ഡ്യൂട്ടിയോറോമൈസൈറ്റിന്റെ എക്സാമ്പിളും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുക്കണം. ഓക്കെ, എങ്കിൽ അടുത്ത് നോക്കാം നമുക്ക്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ഫിഗറാണ് ഫിഗർ 2.6 ടെക്സ്റ്റ് ബുക്കിലുള്ള. അതിൽ ഒന്നാമത്തെ ഈ കാണുന്നതാണ് ടൊബാക്കോ മൊസായിക് വൈറസ്. നമുക്ക് അറിയാം ടൊബാക്കോ മൊസായിക് വൈറസ്. ശ്രദ്ധിക്കണം കേട്ടോ. ടൊബാക്കോ മൊസായിക് വൈറസിന്റെ ബോഡിക്ക് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ട്. ആ പ്രോട്ടീൻ കോട്ടിങ്ങിനെ പറയുന്ന പേരാണ് ക്യാപ്സിഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ അവിടുന്ന് ചോദിക്കുന്നതാണ്, ബോഡിക്ക് ചുറ്റുള്ള പ്രോട്ടീൻ കോട്ടിങ്ങിന്റെ പേരാണ് ക്യാപ്സിഡ്. ക്യാപ്സിഡിന്റെ മോണോമേഴ്സിനെ പറയുന്ന പേരെന്ന് ഓർത്തെടുത്ത്, അതിന്റെ പേരാണ് ക്യാപ്സോമേഴ്സ് എന്നാണ് പറയുക. ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്ന മോണോമർ യൂണിറ്റുകളുണ്ട്. പിന്നെ അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഒരു RNA ഉണ്ട്. ആ RNA ആണ് നിങ്ങൾ കാണുന്നത്, കോയിൽഡ് ആയിട്ടുള്ള RNA ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഡയഗ്രം തന്നിട്ട് ഇവിടെ A എന്നും ഇവിടെ B എന്നിട്ടാ നമുക്ക് എഴുതാൻ പറ്റണം. ഈ കാണുന്നത് ക്യാപ്സിഡ് ആണ്, ഈ കാണുന്നത് ക്യാപ്സിഡ് ആണ്, ഇത് RNA ആണ് നമുക്കറിയാം. രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്, സ്ഥിരമായിട്ട് നീറ്റിൽ നമ്മൾ കാണുന്നതാണ് NCERT-ന്ന് ഈ ഡയഗ്രാം. ഇതൊരു ബാക്ടീരിയോഫേജിന്റെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. ബാക്ടീരിയോഫേജ് നോക്കണം കേട്ടോ, ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസുകളാണ് ദാറ്റ് ക്യാൻ ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയകളെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റുന്ന വൈറസാണ്. ആ വൈറസിന് 4 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇത്രയും ഭാഗമാണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, ഈ ഭാഗമാണ് അതിൻ്റെ കോളർ എന്ന് പറയുന്നത്, ഈ ഭാഗമാണ് അതിൻ്റെ ഷീത്ത് എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ അതിൻ്റെ ടെയിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ 4 ഭാഗം ABCD ഇട്ട് തന്നാൽ ചെയ്യാൻ പറ്റൂലേ? ഹെഡ് ഉണ്ട്, കോളർ ഉണ്ട്, ഷീത്ത് ഉണ്ട്, ടെയിൽ ഫൈബേഴ്സ് ഉണ്ട്. ഇത്രയും ഡയഗ്രാംസ് ആണ് നിങ്ങൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഓർത്തിരിക്കേണ്ടത്. സോ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ വേണം നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിലെ ഡയഗ്രാംസും കൂടി ഒന്ന് നോക്കാം. പ്ലാന്റ് കിങ്ഡത്തിലെ ഡയഗ്രാംസ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം ഓരോന്നും കേട്ടോ. നോക്കിക്കോളൂ, ഒന്നാമത് ചിത്രമാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. വോൾവോക്സിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. വോൾവോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊളോണിയൽ ആൽഗയാണ്. അത് ഊഗ്യാമസ് കാണിക്കും. നമുക്കറിയാം ആൽഗകൾ 3 റീപ്രൊഡക്ഷനാണ് കാണിക്കുക. പെട്ടെന്ന് ഓർത്തെടുത്ത് ഏതൊക്കെയാ? ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ് ഉണ്ട്. അതിൽ ഊഗ്യാമസ് കാണിക്കുന്ന ഒരാളാണ് ആര് എന്ന് പറയുന്നത്? വോൾവോക്സ് എന്ന് പറയുന്നത്. അതിൽ 2 സാധനങ്ങളുണ്ട്. ഒന്ന് ഈ ചെറുതാണ് പാരന്റ് കോളനി, അതിൻ്റെ ഈ വലിയ കോളനികളാണ് അതിൻ്റെ ഡോട്ടർ കോളനി എന്ന് പറയുന്നത്. നോക്കണം, ഇവിടെ പാരന്റ് കോളനി ഉണ്ട്, അതുപോലെ തന്നെ ഡോട്ടർ കോളനി ഉണ്ട്. രണ്ടാമത്തെ ഈ ചിത്രം നിങ്ങൾ കാണുന്നതാണ് യൂലോത്രിക്സിന്റെ ചിത്രമാണത്. യൂലോത്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ആൽഗയാണ്. യൂലോത്രിക്സ് കാണിക്കുക ഐസോഗ്യാമസ് ആണ്, നമുക്കൊക്കെ അറിയാം. ഐസോഗ്യാമസ് കാണിക്കുന്ന ആളാണ് യൂലോത്രിക്സ്. അതോടൊപ്പം തന്നെ ഐസോഗ്യാമസ് കാണിക്കുന്ന മറ്റൊരാളാണ് സ്പൈറോഗേറ. സ്പൈറോഗേറ യൂലോത്രിക്സും ഐസോഗ്യാമസിലുള്ള ഡിഫറൻസ് ഉണ്ട്, അതെന്താ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. എങ്കിൽ അത് ഗ്രീൻ ആൽഗകൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ നമുക്ക് പറയുന്നത് ബ്രൗൺ ആൽഗകളെ കുറിച്ചാണ്. ബ്രൗൺ ആൽഗകൾ നോക്കണേ, ആദ്യത്തെ ആളാണ് ലാമിനേറിയ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആളാണ് ഫ്യൂക്കസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ആളാണ് ഡിക്റ്റിയോട്ട എന്ന് പറയുന്നത്. ഈ ചിത്രം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ബ്രൗൺ ആൽഗകൾ, ലാമിനേറിയ, അതുപോലെ തന്നെ ഫ്യൂക്കസ്, അതുപോലെ തന്നെ ഡിക്റ്റിയോട്ട. ഇതിന്റെ ഭാഗങ്ങൾ നോക്കണേ. ലാമിനേറിയക്കും അതുപോലെയുള്ള ഫിയോപൈസകൾക്കൊക്കെ ഒരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും, സബ്സ്ട്രാറ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്ന. അതിനെ പറയുന്ന പേരാണ് ഹോൾഡ് ഫാസ്റ്റ്. എല്ലാവർക്കും കിട്ടിയോടാ, ഹോൾഡ് ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റെം ലൈക്ക് ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൈപ്പ്. ഇനി അവർക്കൊരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും, അതിന്റെ പേരാണ് ഫ്രോണ്ട്. ഒരു ഐസ്ക്രീം പോലെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ലാമിനേറിയ. ഐസ്ക്രീം പോലെയുള്ള ഒരു സാധനം കണ്ടോ, ഒരു കോൺ ഐസ്ക്രീം പോലെ ആലോചിച്ചാൽ ലാമിനേറിയ മനസ്സിലാവും. എങ്കിൽ രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നീറ്റിന് ക്വസ്റ്റ്യനുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഫ്യൂക്കസ് എന്ന് പറയുന്നത്. ഫ്യൂക്കസ് ഒരു ഡിപ്ലോണ്ടിക് ആൽഗയാണ്, അതുപോലെ യൂഗ്യാമസ് കാണിക്കുന്ന ആൽഗയാണ്. അതിന് ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രോണ്ട് ഉണ്ട്. നോക്കിക്കോണേ, ലീഫ് ലൈക്ക് ഫ്രോണ്ട് ഉണ്ട്. ഇനി അവർക്ക് നോക്കിക്കോണേ, ഇവരുടെ ലീഫ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് പ്രസന്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, എയർ ബബിൾസ് പ്രസന്റ് ആയിട്ടുള്ള ആൽഗ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഫ്യൂക്കസിനെ പറയാം. സോ എയർ ബ്ലാഡേഴ്സ് ഓർത്തിരിക്കേണ്ട പോയിന്റാണ് ഈ ഡയഗ്രത്തിൽ നിന്ന്. അടുത്തത് ഈ ചിത്രം സ്ഥിരമായിട്ട് ഇതിന് മുന്നേ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഡിക്റ്റിയോട്ടയുടെ ചിത്രമാണ്. ഇതാണ് അതിൻ്റെ സ്റ്റൈപ്പ്, ഇതാണ് അതിൻ്റെ ഫ്രോണ്ട്. ഡിക്റ്റിയോട്ട എന്ന് പറഞ്ഞാൽ അതിനൊരു പടർന്ന് പന്തലിച്ചിരിക്കുന്ന ചിത്രം മക്കൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഗ്രീൻ ആൽഗയെ പറഞ്ഞു, ബ്രൗൺ ആൽഗയും പറഞ്ഞു. ഇനി നമുക്ക് റെഡ് ആൽഗകളെ കുറിച്ചാണ് പറയാനുള്ളത്. നോക്കിക്കോണേ, റെഡ് ആൽഗകളുടെ 2 ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആളാണ് പോർഫൈറ, രണ്ടാമത്തെ ആളാണ് പോളിസിഫോണിയ. ഇതാണ് നമ്മുടെ പോർഫൈറ എന്ന് പറയുന്ന ആള്, ഇതാണ് നമ്മുടെ പോളിസിഫോണിയ എന്ന് പറയുന്നത്.
പോർഫൈറയിൽ ഫ്രോണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫിയോഫൈസയിൽ മാത്രമല്ല റോഡോഫൈസയിലെ ആർക്കും പോർഫൈറക്കും കൂടി ഡയഗ്രത്തിൽ ഫ്രോണ്ട് കാണിക്കുന്നുണ്ട്, ഓർത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇതാണ് പോളിസിഫോണി. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കാണുമ്പോൾ തന്നെ പറയാം. അതുകൊണ്ട് അവർക്ക് ഒരു മെയിൻ ആക്സിസ് ഉണ്ട്. ഇങ്ങനെ ഒരു എ എന്നിട്ടാൽ നിങ്ങൾ ഇത് എഴുതണം, മെയിൻ ആക്സിസ് ആണ്. പോരാത്തതിന് മെയിൻ ആക്സിസ് നിന്നുണ്ടാവുന്ന ബ്രാഞ്ചസ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ 3 ടൈപ്പ് ആൽഗകളെയും പഠിച്ചു. ഇവർ 2 പേരും ഗ്രീൻ ആൽഗെ, ഇവർ 3 പേരും ബ്രൗൺ ആൽഗെ, ഇവർ 2 പേരും റെഡ് ആൽഗെ. ഡയഗ്രാംസ് ഈസിയായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത് നോക്കണം. ഇവിടുന്ന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നോക്കിക്കോണേ, ബ്രയോഫൈറ്റുകളുടെ ലിവർ വേർട്ടുകളെ കുറിച്ച് പറയാം. ബ്രയോഫൈറ്റുകൾ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ലിവർ വേർട്ടും ഉണ്ട്, മോസസും ഉണ്ട്. അതിൽ ലിവർ വേർട്ടുകളിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് നമുക്കറിയാം മർക്കാൻഷ്യ എന്ന് പറയുന്ന ആള്. മർക്കാൻഷ്യക്ക് ഒരു മെയിൽ താലസും ഉണ്ട്, ഫീമെയിൽ താലസും ഉണ്ട്. ആദ്യം കാണിക്കുന്ന ഈ ഡയഗ്രാം എന്ന് പറയുന്നത് മർക്കാൻഷ്യയുടെ ഫീമെയിൽ താലസ് ആണ്. അതുപോലെ ഈ കാണിക്കുന്നത് ബി ഡയഗ്രാം എന്ന് പറയുന്നത് മർക്കാൻഷ്യയുടെ മെയിൽ താലസ് ആണ്. മെയിൽ താലസും ഫീമെയിൽ താലസും പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നോക്കിക്കോണേ, ഒരു വൃത്തിയായിട്ട് പൂവായിട്ട് വിരിഞ്ഞിരിക്കുന്ന കണ്ടോ, ഒരു വൃത്തിയുള്ള ടൈപ്പ് ആണെങ്കിൽ അത് ആർക്കിഗോണിയോഫോർ ആണ്, ഫീമെയിൽ ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് ആർക്കിഗോണിയോഫോർ ആണ്. എന്നാൽ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ കാണുന്ന ടൈപ്പാണ്, ഓർത്തിരിക്കാൻ വേണ്ടി പറയണേ. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, ഈ ഒരു വൃത്തിയില്ലാത്ത ടൈപ്പിൽ ഇരിക്കുന്നതാണെങ്കിൽ അത് മെയിൽ ആണ്, ആന്ത്രീഡിയോഫോർ ആണ്. അപ്പോൾ ഇത് ഫീമെയിൽ താലസ് ആണ്, ഇത് മെയിൽ താലസ് ആണ്. ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ആർക്കിഗോണിയോഫോർ ആണ്, ഇത് ആന്ത്രീഡിയോഫോർ ആണ്. ആന്ത്രീഡിയോഫോറും ആർക്കിഗോണിയോഫോറും കിട്ടി. ഇനി ഇവർക്ക് എന്തുണ്ട്? ഈ കാണുന്നത് ജമ്മാ കപ്പുകളാണ്. ഇത് അവരുടെ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആയുള്ള റൈസോയിഡ് ആണ്. ഇവിടെയുണ്ട് ജമ്മാ കപ്പ് ഉണ്ട്, റൈസോയിഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ഒന്നെങ്കിൽ ഒരു ഡയഗ്രാം തന്നിട്ട് ഇത് ഏത് താലസാന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇവിടെ എ എന്നിട്ട് ഈ സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ സ്ട്രക്ചർ എന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. രണ്ടാമത്തെ നോക്കിക്കോണേ, ഫ്യൂണേറിയയുടെ ഗെമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ആണ് ഈ ഡയഗ്രത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്യൂണേറിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഫ്യൂണേറിയയിലെ ഇത്രയും ഭാഗമാണ് അതിന്റെ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഗെമറ്റോഫൈറ്റിൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതാണ് അതിന്റെ റൈസോയിഡ് എന്ന് പറയുന്നത്. മെയിൻ ആക്സിസ് ഉണ്ട്, ഇനി അവർക്ക് ലീഫുകളുണ്ട്. അതിന്റെ മുകളിലേക്ക് ഉണ്ടാവുന്ന ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. സ്പോറോഫൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 3 ഭാഗമായിട്ടുണ്ട്. പെട്ടെന്ന് ഓർത്തിരുത്ത് ഏതൊക്കെയാ? ഫൂട്ട് ഉണ്ട്, സീറ്റ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്. ഇതിൽ സീറ്റും ക്യാപ്സ്യൂളാണ് കാണിച്ചിരിക്കുന്നത്. ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് സ്പോർ ഉണ്ടാവുക നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ട് ഇതിൽ ക്യാപ്സ്യൂൾ എവിടെ ഉണ്ടാവാൻ ചോദിച്ചാൽ, അല്ല സ്പോർ എവിടെ ഉണ്ടാവാൻ ചോദിച്ചാൽ നമുക്ക് എവിടെ പറയാം? ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാന്ന് പറയാം. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട അടുത്തൊരു പോയിന്റ് ആണ്, ഗെമറ്റോഫൈറ്റ് എല്ലാം ഇപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും, സ്പോറോഫൈറ്റ് എല്ലാം ഇപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. ഇനി ഫ്യൂണേറിയയുടെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഫ്യൂണേറിയയുടെ സ്പോറോഫൈറ്റ് ഡിപ്പെൻഡന്റ് ആണ്, ഗെമറ്റോഫൈറ്റ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഫ്രീ ലിവിംഗ് ആണ്. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത ഡയഗ്രാം നോക്കണം. അടുത്ത ഡയഗ്രത്തിലേക്ക് നോക്കിയേ, സ്ഫാഗ്നത്തിന്റെ ഗെമറ്റോഫൈറ്റിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡയഗ്രാം തരും, എന്നിട്ട് ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി എന്നിട്ട് നിങ്ങളോട് ഓപ്ഷൻ കറക്റ്റ് എടുക്കാൻ പറയും. അപ്പോൾ ഡയഗ്രാം കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ഈ കാണുന്നതാണ് ആന്തറീഡിയൽ ബ്രാഞ്ച്, ഈ കാണുന്നതാണ് ആർക്കിഗോണിയൽ ബ്രാഞ്ച്. അപ്പോൾ ആന്ത്രീഡിയൽ ബ്രാഞ്ച് മുകളിലാണ്, ആർക്കിഗോണിയൽ ബ്രാഞ്ച് താഴെയാണെന്ന് ഓർത്തേക്കുക. അതിൻ്റെ ഇടയിൽ കാണുന്ന ബ്രാഞ്ചസ് ആണ് ഇത്. അപ്പോൾ ആന്തറീഡിയൽ ബ്രാഞ്ച്, ആർക്കിഗോണിയൽ ബ്രാഞ്ച്, കണ്ടോ? ആർക്കിഗോണിയൽ ബ്രാഞ്ച്, അതുപോലെ തന്നെ സാധാ ബ്രാഞ്ചസ്. ഇനി നമുക്ക് അടുത്ത ഡയഗ്രത്തിലേക്ക് പോവാം. നോക്കിക്കോണം കേട്ടോ, നോക്കിക്കോണേ. ഇനി ടെറിഡോഫൈറ്റുകളുടെ ഡയഗ്രമാണ് പറയുന്നത്. ടെറിഡോഫൈറ്റിൽ ഒന്നാമത്തെ ഈ ഡയഗ്രമാണ് സെലാജിനല്ല, രണ്ടാമത്തെ ആളാണ് ഇക്യൂസെറ്റം, മൂന്നാമത്തത് ഫേണിന്റെ ചിത്രമാണ്, നാലാമത്തത് സാൽവീനിയുടെ ചിത്രമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. നോക്കിക്കോണേ, സെലാജിനല്ല, ഇക്യൂസെറ്റം, ഫേണ്, അതിന്റെ കൂടെ തന്നെ സാൽവീനിയ. ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് പേര് ഓർമ്മ വരണം, സാൽവീനിയ. ഇനി നോക്കിക്കോണേ, സെലാജിനലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സെലാജിനലൊക്കെ സ്മോൾ ലീഫ് ആണുള്ളത്, അത് ഹെട്രോസ്പോറസ് ആണ്. അതുപോലെ തന്നെ അത് സ്ട്രൊബൈലി ഓർ കോൺ കാണിക്കുന്നുണ്ട്. 3 പോയിന്റ് കിട്ടി. ഇക്യൂസെറ്റത്തിന്റെ പ്രത്യേകത ഡയഗ്രത്തിലേക്ക് സൂക്ഷിച്ച് നോക്കണം. ഇക്യൂസെറ്റത്തിന് കണ്ടോ, സ്ട്രോബിലസ്, സ്ട്രൊബൈലി ഓർ കോൺ ഉണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് അതിന്റെ നോഡ്. ഈ 2 നോഡുകൾക്കിടയിലുള്ള ഇന്റർനോഡാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അതിന്റെ ബ്രാഞ്ചസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഭാഗം നല്ല ശ്രദ്ധിക്കണം, റൈസോം ആണ്. ശ്രദ്ധിക്കാതെ പോണാണ് കുട്ടികൾ, റൈസോയിഡ് അല്ല, റൈസോം ആണ്. റൈസോയിഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ്. എന്നാൽ ഇക്യൂസെറ്റത്തിൽ കാണപ്പെടുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് റൈസോം എന്ന് പറയുന്നത്. ഇതാണ് പിന്നീട് ഇതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് സഹായിക്കുക. അപ്പൊ റൈസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ഈ ചിത്രം എല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ കുഞ്ഞോളെ. എങ്കിൽ അടുത്ത് നോക്കിക്കോണേ, ഫേണിന്റെ പ്രത്യേകത ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, മൂന്നാമത് ഈ ഡയഗ്രമാണ് ഫേൺ. നമ്മൾ സാധാരണ എല്ലാവരും കാണുന്ന ഒരു ഡയഗ്രാണ് അല്ലേ ഫേണിന്റെ ഡയഗ്രാം. ഫേണിന്റെ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ലാർജ് ലീഫുകളാണല്ലോ. സെലാജിനലൊക്കെ സ്മോൾ ലീഫാണ്, മൈക്രോഫിൽസ് ആണ്. ഫേണിന് ലാർജ് ലീഫാണ്, മാക്രോഫിൽസ് ആണ് നമുക്കറിയാം. സാൽവീനിയുടെ പ്രത്യേകത ഹെട്രോസ്പോറസ് ആണ്. അടുത്തത് എൻസിആർടിയിൽ വരുന്ന ഫിഗർ 3.4 ജിംനോസ്പേമിന്റെ ഡയഗ്രമാണ്. ജിംനോസ്പേമിന്റെ ഈ ഫസ്റ്റ് ഡയഗ്രാം കൊടുത്തിട്ടുള്ള ഇതാണ് സൈക്കസ്, ഇതാണ് പൈനസ്, ഇതാണ് ജിങ്കോ. എല്ലാവരും കിട്ടി.
സൈക്കസിൻ്റെ പ്രത്യേകത ഓർത്തെക്കണം കേട്ടോ. സൈക്കസ് എന്ന് പറഞ്ഞാൽ അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ആളാണ്, പോരാത്തതിന് അത് ഡൈഷ്യസ് ആണ്. എന്നാൽ പൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചഡ് സ്റ്റെം ഉള്ളവരാണ്, അത് മൊണീഷ്യസ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് ആർ പ്രസന്റ് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സെയിം പ്ലാന്റ് എന്നാണ് പറയാം. ഇതാണ് ജിങ്കോയുടെ ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും നോക്കിക്കോളൂ. ജിങ്കോയുടെ ഡോർഫ് ഷൂട്ടാണ് ഈ കാണുന്നത്, ലോങ് ഷൂട്ടാണ് ഈ കാണുന്നത്, അതിൻ്റെ സീഡുകളാണിത്. ഈ ഡയഗ്രം തന്നിട്ട് ഡോർഫ് ഷൂട്ടും ലോങ് ഷൂട്ടും അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ കുട്ടിയൊക്കെ ചെയ്യാൻ പറ്റണം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ഡയഗ്രം നോക്കാം. പ്ലാന്റിലുള്ള ലൈഫ് സൈക്കിൾസിന്റെ ഡയഗ്രാംസ് ആണ്. പ്ലാന്റുകൾ പ്രധാനമായിട്ടും 3 ലൈഫ് സൈക്കിൾസ് ആണ് കാണിക്കുക. അതിൽ ഒന്നാമത്തതാണ് ഹാപ്ലോണ്ടിക്, രണ്ടാമതാണ് ഡിപ്ലോണ്ടിക്, മൂന്നാമതാണ് ഹാപ്ലോഡിപ്ലോണ്ടിക്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗമറ്റോഫൈറ്റ് ആയിരിക്കും. ഡിപ്ലോണ്ടിക് പ്ലാന്റ് ബോഡിയിലെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ആയിരിക്കും. ഹാപ്ലോഡിപ്ലോണ്ടിക്കിൽ ഗമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാവും, സ്പോറോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാവും. ഇതിന്റെ ഡയഗ്രം എങ്ങനെ മനസ്സിലാക്കാൻ നോക്കിയാൽ മതി. ഒരു ഡയഗ്രത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു ഡയഗ്രത്തിൽ ഗമറ്റോഫൈറ്റ് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. എന്നാൽ സ്പോറോഫൈറ്റ് മാത്രമാണ് കാണുന്നത്, അതിൽ എവിടെയും ഗമറ്റോഫൈറ്റിനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡിപ്ലോണ്ടിക് ആണ്. ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഹാപ്ലോഡിപ്ലോണ്ടിക് ആണെന്ന് പഠിച്ചേക്കുക. ഇനി അതിന്റെ എക്സാമ്പിളും കൂടി ഓർത്ത് വെച്ചാൽ മതി. ഹാപ്ലോണ്ടിക് കാണിക്കുന്നത് മെജോറിറ്റി ആൽഗകളാണ്. ഡിപ്ലോണ്ടിക് കാണിക്കുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ജിംനോസ്പെർമുകളും ആൻജിയോസ്പെർമുകളും, പിന്നെ 2 ആളുകളും കൂടി ഉണ്ട്. അത് ഏതാണെന്ന് മക്കൾ കണ്ടുപിടിക്കുക. ഹാപ്ലോഡിപ്ലോണ്ടിക് ആയുള്ള ആളുകൾ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റുകളും ടെറിഡോഫൈറ്റുകളാണ്. അവിടെ നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കാണ്ട്, ഹാപ്ലോഡിപ്ലോണ്ടിക് ആയുള്ള ആൽഗകൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം KE പോളി, നിവിൻ പോളി എന്നൊക്കെ പറയുന്ന പോലെ പഠിച്ചാൽ മതി. ആരാണ് KE പോളി എന്ന് പറഞ്ഞാൽ, K എന്ന് പറഞ്ഞാൽ കെൽപ്സ്, E എന്ന് പറഞ്ഞാൽ എക്ടോകാർപ്പസ്, പോളി എന്ന് പറഞ്ഞാൽ പോളിസിഫോണിയ. അപ്പോൾ KE പോളിയാണ് ഹാപ്ലോഡിപ്ലോണ്ടിക് ആയുള്ള ആൽഗ. ഓക്കെ മക്കളെ, ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ നമുക്ക് 2 ഹോം അസൈൻമെന്റ് തരാം. ഇതിന് രണ്ടിനെയും കീ മക്കൾ ഇടണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റെഡ് ഇൻ വാം കോസ്റ്റൽ ഏരിയാസ് വാട്ടർ ഡെവലപ്പ് ഡ്യൂ ടു അബൻഡൻസ് ഓഫ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഓപ്ഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. രണ്ടാമത്തത് ഐഡന്റിഫൈ A and B, 2 ഡയഗ്രാംസ് തന്നിട്ടുണ്ട്, ഏതാണെന്ന് ഓപ്ഷൻ നോക്കിയിട്ട് വൃത്തിയായിട്ട് എഴുതണം. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്